ലുലു അൺസ്ക്രിപ്റ്റഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വിചാരിച്ചു രാത്രി ഒരു വ്ളോഗ് എടുക്കാന്ന്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എന്തൊക്കെ ഇവിടെ പറയുന്നുണ്ട്, എന്താണ് പറയാനുള്ളത് പറയും. ഇന്ന് ഇവിടെ ഒരു ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക മുറിച്ചിട്ട് ചക്ക നമ്മളിന്ന് വറക്കാൻ പോവാണ്. പിന്നെ രാത്രി എനിക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഞാൻ രാത്രി വ്ളോഗ് എടുക്കാൻ പോവാണ്. ഇന്നത്തെ ഇത് നമ്മൾ ചക്ക മുറിച്ച് വറക്കുന്നതാണ്. ചക്ക ഞാൻ ചെറുതാണ്. നമ്മൾ ഇനി ചക്ക വറക്കാൻ പോകുന്നത്. ചക്ക വറക്കുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളെല്ലാം അരിഞ്ഞ് എങ്ങനെയാണോ വഴിയിരിക്കുന്നത് ഞങ്ങളാണ് ചക്ക വറക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ കുറെ ഉള്ള കോമഡി ആയിരിക്കും. കാര്യം നമ്മളൊന്നും കേൾക്കാൻ പാടില്ല. നമ്മൾ നമുക്ക് ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടി വെച്ച് ഇതാണ് എല്ലാം. ഇത് വെട്ടിയത് അച്ഛനാണ്. ഇത് ഫ്രിഡ്ജ് വെച്ചു നമ്മള്. എന്നിട്ട് അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചു പോയി ചെറുക്കാണെങ്കിൽ അതെടുത്ത് ഇട്ട് കഴിച്ചു. അപ്പൊ നമ്മള് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ മുങ്ങി പൊരിയട്ടെ. ഇന്നിങ്ങനെ തിളയ്ക്കാറായി തിളച്ച് നിൽക്കുകയാണ്. എല്ലാം തിളച്ച് വരുന്നു. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പം ഇതിലേക്ക് നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. നമ്മൾ തട്ടിമുട്ടി ഇട്ട് കൊടുക്കുവാണ്. സോ ഗൈസ് ഇത് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വറന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പാടാനുള്ള പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പുഴുക്കു വരട്ടി എരിശ്ശേരി അവിയല് കൊണ്ടാട്ടം ചക്കത്തോരൻ അരിഞ്ഞു വറുത്തതും മടയും പ്രഥമനും മുലുവയും ചക്കമയം. ഈ പാട്ട് ഞാൻ എന്തുകൊണ്ടാണ് പാടുന്നതെന്ന് വെച്ചാൽ ഒരു ചക്കയുടെ പകുതി മാത്രമേ നമ്മളിപ്പോ വറുക്കാൻ എടുത്തിട്ടുള്ളൂ. സോ ബാക്കി ചക്ക എന്റെ ഫ്രിഡ്ജിലുണ്ട്. ഇത്രയും ചക്ക ഇരിപ്പുണ്ട്. ഈ ചക്ക വെച്ചിട്ട് നാളെ നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കും. ഇനി അതുപോലെ തന്നെ കുറെ ചക്ക പായസം വരെ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. സോ നമുക്ക് അടുപ്പിന്റെ അടുത്തേക്ക് പോവാം. അവിടെ നമ്മുടെ ചക്ക വറുത്തതിന്റെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കാം. നമുക്ക് പോകാം. സോ ഗൈസ് ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ചക്ക വറുത്തത് ഫ്ലോപ്പായി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര പാത്രം കഴുകി സഹായിക്കുന്നത് അഷ്ടമൂർത്തിയാണ്. അഷ്ടമൂർത്തി എല്ലാം ചെയ്ത് സഹായിക്കും. കുതിരയ്ക്ക് സഹായിക്കും, പാത്രം കഴുകി സഹായിക്കും, തിരുമലയ്ക്ക് സഹായിക്കും, കുളവാക്കി സഹായിക്കും. എല്ലാം അഷ്ടമൂർത്തി സഹായിച്ചു തരും. സോ ഗൈസ് നമ്മുടെ ചക്ക പേരി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഞാൻ ഇളക്കി കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് വറുത്തെടുക്കാം. സംഭവം ഒരു ചൂചു കിട്ടുന്നില്ല. ലൈക്ക് കൊള്ളാം. ചൂചു കിട്ടുന്നുണ്ട്. ഒത്തിരി പഞ്ഞുമില്ല. ഒത്തിരി പഞ്ഞുമില്ല. നമുക്ക് അതിൻ്റെ അറ്റത്ത് കിട്ടി. നമുക്ക് കുറച്ച് മഴ കൊടുക്കാം. അത് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചക്ക ബ്ലോഗ് എടുത്തു. ബൈ ഗൈസ്, ബൈ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയാൻ വിട്ടു പോകും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു പറയാമോ. അപ്പോൾ ബൈ ഗൈസ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് ഇല്ലെങ്കിൽ പറയാം. ഷെയർ ബൈ വേണം.